അപ്പോൾ ആ ഡ്രൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറച്ചുകൂടെ ഈ കെട്ടിന് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജപ്പാനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പശയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂളിംഗ് ടൈമുണ്ട്. ആ കൂളിംഗ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലിഡ് തുറന്നിട്ട് വെസൽ പൊക്കി താഴെ വെക്കുന്നു. അതിൽ നിന്ന് നേരെ ഡ്രയറിലേക്കാണ് പോകുന്നത്. ഏത് കളറാണോ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ കളർ ഇതിൽ മിക്സ് ചെയ്യുന്നു. ROVER വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ മുട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഫിഷറീസ് വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന മത്സ്യഫെഡിന്റെ നെറ്റ് ഫാക്ടറിയിലാണ് വന്നിരിക്കുന്നത്. ഒരു വലിയൊരു കമ്പനി തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ മീൻ പിടിക്കുന്ന വല നെയ്തെടുക്കുന്നത്, അത് മെഷീനിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ കേരള സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിൽ വല നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ മാത്രമാണെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ വന്ന സമയത്ത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വല നിർമ്മിക്കുന്നത് നമുക്ക് കാഴ്ച കാണാം. നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. മത്സ്യഫെഡിന്റെ വാണിജ്യ വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിട്ടുള്ള ലാലാജി സാർ ഇപ്പം മുന്നുള്ളത്. സാർ, ഇങ്ങനെ ഒരു നെറ്റ് ഫാക്ടറി നമ്മുടെ സർക്കാരിന്റെ അണ്ടറിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും? മത്സ്യഫെഡ് രൂപീകൃതമായ സമയത്ത് തന്നെ എറണാകുളം നെറ്റ് ഫാക്ടറി മത്സ്യഫെഡിൻ്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. എറണാകുളം നെറ്റ് ഫാക്ടറിക്ക് ശേഷം രണ്ടാമത്തെ ഒരു ഫാക്ടറി നമ്മൾ കണ്ണൂർ അഴീക്കോട് രണ്ടാമത്തെ നെറ്റ് ഫാക്ടറി ആരംഭിച്ചു. തിരുവനന്തപുരത്തുള്ളത് മൂന്നാമത്തെ നെറ്റ് ഫാക്ടറിയാണ്. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടാവും ഏകദേശം? സ്റ്റാർട്ടിങ് 38 വർഷം മുമ്പ് തന്നെ നെറ്റ് ഉൽപ്പാദനത്തിൽ മത്സ്യഫെഡ് ഏർപ്പെട്ട് വരുന്നു. 2016 തിരുവനന്തപുരം നെറ്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഈ 3 നെറ്റ് ഫാക്ടറിയും കൂടെ ചേർത്തിട്ട് 1250 ടണ്ണിൻ്റെ വല നിർമ്മാണത്തിനുള്ള വാർഷിക ശേഷിയാണ് നമുക്കുള്ളത്. എന്നാൽ കേരളത്തിലെ പരമ്പരാഗത മേഖലയിലേക്ക് തന്നെ പ്രതിവർഷം 4000 ടൺ വലയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കേവലം 30% മാത്രമാണ് മത്സ്യഫെഡ് വഴി നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം നെറ്റ് ഫാക്ടറിയിൽ നമുക്ക് 30 മെഷീനുകളാണ് വല ഉൽപ്പാദനത്തിനുള്ളത്. ഇനി എനിക്കറിയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ രീതിയാണ്. എങ്ങനെയാണ്, എന്താണ് ഇവിടെ റോ മെറ്റീരിയൽ വരുന്നത്, എങ്ങനെയാണ് ഇത് ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത്, അതിലേക്ക് നമുക്ക് കിടക്കാം. കാപ്രോലാക്റ്റമാണ് ഈ ഉൽപ്പന്നം. കാപ്രോലാക്റ്റം എന്ന് പറഞ്ഞാൽ ഇത് പെട്രോളിയം ഉൽപ്പന്നമാണ്. അതിൽ നിന്ന് പല ഡെറിവേറ്റീവ്സ് എടുക്കുന്നുണ്ട്. ഈ കാപ്രോലാക്റ്റം ചിപ്സ്, ഈ ചിപ്സിൽ നിന്നും യാണുണ്ടാക്കുന്നു. അതിൽ പോളി അമൈഡ് 6 ആണ് ഇന്ത്യയിൽ വല നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന. അതിനെ മറ്റൊരു പേരിൽ പറയുന്നത് നൈലോൺ വലകളെന്നാണ്. ഈ നൈലോൺ നൂലിൻ്റെ വലകളും അതോടൊപ്പം തന്നെ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ HDP വലകളും ഈ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്നു. നെയ്ത്തുശാല പോലെ തന്നെ ഊടും പാവും പോലെ തന്നെയാണ് ഈ വലയും നിർമ്മാണം. അതിനിടയിൽ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ. അതേ സിസ്റ്റം തന്നെയാണ്. അതിനിടയിൽ ഓരോ കെട്ടുകൾ വീഴുന്നതേ ഉള്ളൂ. ഈ കെട്ടുകളുടെ ഇടവേളകളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കണ്ണി വലിപ്പം നിശ്ചയിക്കുന്നത്. പലതരം മീൻ പിടിക്കുന്നതിന് പലതരം വലകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ചെറിയ മീനിനെ പിടിക്കാൻ ചെറിയ കണ്ണി, വലിയ മീനിനെ പിടിക്കാൻ വലിയ കണ്ണി. അപ്പം ഇതിന് നമ്മൾ ആദ്യം ഈ നൂല് ചീസായിട്ടാണ് വരുന്നത്. ആ ചീസ് വരുന്ന നൂലിനെ ഒന്ന് ചീസായിട്ട് തന്നെ ക്രീൽ സ്റ്റാൻഡിൽ നമുക്ക് ലോഡ് ചെയ്യാം. മറ്റേത് നമ്മൾ ഷട്ടിലിൽ ബോബിനിലാണ്. അതിന് ബോബിനിലേക്ക് ആദ്യം വൈൻഡ് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാണ് ബോബിനിലേക്ക് ചെയ്യുന്നത്? ക്രോസ് ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. 2 ഭാഗത്തേക്കാണ് ഇത് ലോഡ് ചെയ്യുന്നത്. അതപ്പോൾ ബോബിനിൽ വൈൻഡ് ചെയ്തിട്ട് നമ്മുടെ മെഷീനിലെ ഷട്ടിലിലേക്ക് ഇത് ലോഡ് ചെയ്യും. അതിന് 600 ബോബിൻ വേണം. അപ്പോൾ 600 ചീസ് ക്രീൽ സ്റ്റാൻഡിൽ ലോഡ് ചെയ്യുന്നു. 600 ബോബിൻ അതിൻ്റെ ബോബിൻ്റെ ഷട്ടിലിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്നു. അതിനെയാണ് ചേഞ്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ചേഞ്ചിങ് എന്ന് പറയുന്നത് ഇതിനെ മുറിച്ച് മറ്റേത് മാറ്റി ഒരു ബോബിൻ തീരുമ്പോൾ പുതിയ ബോബിൻ ലോഡ് ചെയ്ത് നൂല് ലോഡ് ചെയ്ത് അത് കെട്ടി ഇടുന്നതിനെയാണ് ചേഞ്ചിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മെഷീന് അപ്പർ ഹുക്കും ലോവർ ഹുക്കും ഉണ്ട്. ഈ 2 ഹുക്കുകളും നൂലിനെ വലിക്കുകയും അപ്പർ ഹുക്കിൻ്റെ ഭാഗത്താണ് ഇടയ്ക്ക് ഈ കെട്ടുകൾ വീഴുന്നത്. ആ കെട്ടുകൾ വീഴുന്നതിനെ സ്ട്രെച്ച് ചെയ്ത് റോളറിൽ കൂടെ സ്ട്രെച്ച് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഉൽപ്പന്നമായി വരുന്നത്. ഇതിപ്പോൾ ഇവിടെ എത്തുമ്പോഴേ ഇത് വലയായി മാറി. പരിപാടി ഇതുകൊണ്ട് കഴിഞ്ഞില്ല. ഇങ്ങനെ നമ്മൾ ചൂടവല 10 mm അടിക്കുന്നു. താങ്ങുവല എന്ന് പറയുന്നത് 1.5 നമ്പറിൻ്റെ 1.5 നമ്പറിൻ്റെ അല്ലെങ്കിൽ 2x2 എന്ന് പറയും. ഈ 1.5 നമ്പറിൻ്റെ നൂല് ഇതേ കണക്ക് ബോബിനിലും ക്രീൽ സ്റ്റാൻഡിലും നമ്മൾ ചീസും ലോഡ് ചെയ്യുന്നു. ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ 20 mm 21 mm വലകളാണ് താങ്ങുവല നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ നീട്ടുവലകൾ. നീട്ടുവല എന്ന് പറയുന്നത് നമ്മൾ ചെകിളയിൽ കുരുക്കി പിടിക്കുന്നത്, മീനിൻ്റെ ചെകിളയിൽ കുരുക്കി എന്ന് വെച്ചാൽ അതിൽ ഏത് സൈസാണ് മീൻ പിടിക്കുന്നത് എന്നുള്ളത് മുൻപേ തന്നെ നമ്മൾ നിശ്ചയിക്കുന്നു. അടുത്തത് ഇതിൻ്റെ പ്രോസസ്സിംഗ് ആണ്. ഈ കൊച്ചു കണ്ണി വലകളെല്ലാം തന്നെ ചെറിയ ലൂപ്പ് മിസ്സിങ്ങോ എന്തെങ്കിലും കെട്ട് വീഴാതെ പോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അത് മാനുവലായിട്ട് തന്നെ മെൻഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് മെൻഡിങ്
ഇപ്പോൾ ഈ വലകളിലുണ്ടാകുന്ന ചെറിയ ഡിഫക്ട്സുകളുണ്ടെങ്കിൽ ആ ഡിഫക്ട്സുകളെല്ലാം കൃത്യമായി പരിശോധിച്ച് അത് കെട്ടി വൃത്തിയാക്കി എടുക്കുന്നു. പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ മെൻഡിങ്ങിലേക്ക് പോകുന്നു. മെൻഡിങ് കഴിഞ്ഞ ശേഷം വരുന്ന വല നേരെ ഡൈയിങ്ങിലേക്കാണ് പോകുന്നത്. ഇത് ഡൈ ചെയ്യണോ? ഡൈ ചെയ്യും. കാര്യം മത്സ്യത്തൊഴിലാളികൾക്ക് നാച്ചുറൽ വൈറ്റ് ആണ് നമ്മുടെ വരുന്ന നൂല്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് അവർക്ക് ചിലപ്പോൾ ചുമപ്പ് കളർ വേണം, ബ്രില്യൻ റെഡ്. അപ്പോൾ ഇത് കളറായിട്ടുള്ള നൂല് വരുന്നത് വൈറ്റ് വന്നിട്ട് പിന്നെ ഡൈ ചെയ്തിട്ട് കളറായിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടം പോലെ പ്രൊഡക്ഷൻ ലോസ് വരും. കാര്യം ഓരോ കളറിനും വേണ്ടിയിട്ട് നമ്മൾ ഈ നൂല് വലിച്ച് കളയേണ്ടി വരും. അതൊരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നാച്ചുറൽ വൈറ്റ് നമ്മൾ ചെയ്യുന്നു. ഈ ഡൈയിങ് മെഷീനിലാണ് നമ്മൾ കളറിങ് നടത്തുന്നത്. നാച്ചുറൽ വൈറ്റിലുള്ള നമ്മുടെ വല ലോഡ് ചെയ്യുന്നു, ആ വെസൽ ലിഫ്റ്റ് ചെയ്ത് ഡൈയിങ് മെഷീനിലേക്ക് ചെയ്യുന്നു, വെള്ളം ലോഡ് ചെയ്യുന്നു, സ്റ്റീം ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. കനം കുറഞ്ഞ നൂലിൻ്റെ വലകൾക്ക് 100 ഡിഗ്രി വരെയും കനം കൂടിയതിന് നമ്മൾ 110 ഡിഗ്രി വരെയുണ്ട്. ഓരോ ഡിഗ്രികളിലും നമ്മൾ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവിടെയാണ് കളർ നമ്മൾ സെലക്ട് ഇതിലാണ് നമ്മൾ ഈ ആവശ്യമുള്ള ഏത് കളറാണോ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ കളറ് ഇതിൽ മിക്സ് ചെയ്യുന്നു. അതിപ്പോൾ മുഖ്യമായിട്ടും ഉപയോഗിക്കുന്നത് താങ്ങുവലയ്ക്കും ചൂടവലയ്ക്കും ഒക്കെ റെഡ് കളറാണ്. എന്നാൽ ഗിൽനെറ്റിന് നമ്മുടെ പറഞ്ഞ നീട്ടുവലകൾക്ക് കൂടുതൽ ആളുകളും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് പച്ച കളറാണ്. ആ പച്ച കളർ തന്നെ പലതരമുണ്ട്. ഒന്ന് ശ്രീലങ്കൻ ഗ്രീനുണ്ട്, രണ്ടാമത് പീക്കോക്ക് ഗ്രീനുണ്ട്, 3 പാരറ്റ് ഗ്രീനുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ നമ്മുടെ 9-ാം നമ്പർ നീട്ടുവല, അതായത് കേരയൊക്കെ പിടിക്കുന്ന 140 mm 130 കണ്ണിയിറക്കമുള്ള വലകൾ നാഗൂര് നാഗപട്ടണം മേഖലയിലേക്ക് പ്രത്യേകമായൊരു കളറ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ മത്സ്യഫെഡ് ഗ്രീൻ എന്ന പേരിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉള്ള റിവേഴ്സ് പമ്പുകളുണ്ട്. ആ പമ്പുകൾ വെച്ചിട്ട് കറക്റ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ ഹോൾഡിംഗ് ടൈമും കൂടെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കളറ് അതിൽ പിടിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ കൂളിംഗ് ടൈമുണ്ട്. ആ കൂളിംഗ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലിഡ് തുറന്നിട്ട് വെസൽ പൊക്കി താഴെ വയ്ക്കുന്നു. അതിൽ നിന്ന് നേരെ ഡ്രയറിലേക്കാണ് പോകുന്നത്. ഇതിനെ ഡ്രൈ ചെയ്തെടുക്കണം. ഇത് ഡ്രൈ ചെയ്യണം. അപ്പോൾ ആ ഡ്രൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറച്ചുകൂടെ ഈ കെട്ടിന് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പശ ജപ്പാനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പശയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആ പശയും അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ഡ്രൈ ചെയ്യുന്നു ഡ്രയറിൽ. അതിനുശേഷം അതിൽ നിന്ന് വലിച്ച് ആ വല നേരെ സ്ട്രെച്ചിങ് മെഷീനിലേക്ക് വരുന്നു. സ്ട്രെച്ചിങ് മെഷീനിൽ പല ഫോൾഡുകളായിട്ട് പല ഇതിൽ കൂടെ റോളറിൽ കൂടെ സ്ട്രെച്ച് ചെയ്ത് വലിച്ചു വരുന്നു. ആവശ്യമായിട്ട് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു 6 തവണ 6 ആക്ഷനിൽ അതിനകത്ത് തന്നെ ആ ചേമ്പറിനകത്ത് ആ ചേമ്പറിൽ ഹീറ്റർ വെച്ചിട്ടുണ്ട്, ഫാനും വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഡിജിറ്റലി കൺട്രോൾ ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നു. ഒരു 100 ഡിഗ്രിയിലായിരിക്കും അതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ 100 ഡിഗ്രിയിൽ ഇത് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള കംപ്ലീറ്റ് ജലാംശവും മാറുന്നു. അതോടൊപ്പം തന്നെ ചൂടും ആ ടെമ്പറിൽ വലിക്കുന്നതോടുകൂടെ ഏറ്റവും ഫിനിഷിംഗ് ആയിട്ട് ഏറ്റവും നോട്ട് സ്ട്രെങ്ത് ഉള്ള വല നമുക്ക് ലഭിക്കുന്നു. അത് പുറത്തേക്ക് വരുന്നു. നേരെ അത് നമുക്ക് കാണാം ചാക്കിൽ നമ്മൾ തന്നെ മത്സ്യ ബ്രാൻഡ് ചെയ്ത മത്സ്യ ചാക്കുകളിൽ നമ്മൾ പാക്ക് ചെയ്യുന്നു. നമ്മുടെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങൾ വഴി കൂടെ നമ്മളിപ്പോൾ വല ലഭ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമങ്ങളിൽ തന്നെ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒന്നും കൊടുക്കാതെ അവരുടെ വീടിനടുത്ത് തന്നെ വല അവിടെ ലഭിക്കുന്നു. അതുകൂടാതെ അവർക്ക് ഏത് സമയവും നമ്മുടെ സംഘങ്ങൾ വഴി ഇത് കൊടുക്കുന്നുണ്ട്. ഏത് സമയവും അവർക്ക് വല ലഭ്യമാക്കുന്നൊരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടാതെ കേരളത്തിൽ പാടും 15 വ്യാസ സ്റ്റോറുകൾ ഇതിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ വ്യാസ സ്റ്റോറുകൾ വഴിയും നമ്മുടെ വല വിതരണം നടക്കുന്നുണ്ട്. മത്സ്യഫെഡിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിൽ സ്ഥിതി ചെയ്യുന്ന കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവർക്കാവശ്യമായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും ആഴക്കടൽ മത്സ്യത്തൊഴിലാളികൾക്കും ആവശ്യമായ വല ഉൽപ്പാദനം നടത്തി വരുന്ന ഈ ഫാക്ടറി 2017-18 സാമ്പത്തിക വർഷം മുതൽ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഫാക്ടറിയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2022-23 റെക്കോർഡ് പ്രൊഡക്ഷനാണ്, ഉൽപ്പാദനമാണ് നടന്നത്. അതോടൊപ്പം ഈ സാമ്പത്തിക വർഷത്തെ 1-ാം പാദത്തിലും റെക്കോർഡ് പ്രൊഡക്ഷനാണ് നടന്നത്. കൂടാതെ കഴിഞ്ഞ മാസത്തിൽ തന്നെ ഒരു മാസത്തിലെ ഏറ്റവും കൂടിയ ഉൽപ്പാദനമാണ്, അതായത് 42.7 ടൺ ഉൽപ്പാദനമാണ് കഴിഞ്ഞ മാസം നടന്നത്. കഴിഞ്ഞ വർഷം 382 ടൺ എന്നുള്ള റെക്കോർഡ് ഉൽപ്പാദനം നടന്ന ഈ ഫാക്ടറിയുടെ കപ്പാസിറ്റി 450 ടണ്ണാണ്. ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ 450 ടൺ ഉൽപ്പാദനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും മത്സ്യഫെഡിൻ്റെ
മത്സ്യത്തൊഴിലാളികൾക്കുള്ള സഹകരണ സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്ന വലകൾക്ക് ആവശ്യമായ ഉൽപ്പാദനം നടത്തുകയും ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള പദ്ധതിക്കുള്ള വലകൾ ഉൽപ്പാദിപ്പിക്കുകയും അതോടൊപ്പം ആഴക്കടൽ മത്സ്യത്തൊഴിലാളികൾക്കും അന്യ സംസ്ഥാന മത്സ്യത്തൊഴിലാളികൾക്കും ആവശ്യമായ വലകളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ഫാക്ടറിയാണ് ഈ ഫാക്ടറി. ഗുണമേന്മയ്ക്ക് ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഗുണമേന്മയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അടുത്ത വർഷം റെക്കോർഡ് പ്രൊഡക്ഷൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്, വളരെയേറെ പ്രിയം ആയിട്ടുള്ളതാണ് മത്സ്യഫെഡിൻ്റെ ഈ വല, പ്രത്യേകിച്ച് ആഴക്കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള. പ്രധാനമായും മത്സ്യഫെഡിൻ്റെ തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ലയിലുള്ള 7ഓളം ഔട്ട്ലെറ്റുകൾ വഴിയാണ് മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്നതോടൊപ്പം ഈ വലകളും വിൽക്കുന്നത്. അതോടൊപ്പം നേരിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ കൂടി ഉള്ള വലകൾ വാങ്ങാൻ ഫാക്ടറിയിൽ നേരിട്ട് വന്ന് വാങ്ങാനും സാധിക്കുന്നതാണ്. കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ 7 വർഷക്കാലമായി മത്സ്യത്തൊഴിലാളി രംഗത്ത് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത നിലയിലേക്കുള്ള നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജിയ ചെറിയാൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഫിഷറീസിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മത്സ്യഫെഡ്. 1984 രൂപീകൃതമായ മത്സ്യഫെഡ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സാമൂഹികമായും സാമ്പത്തികമായും ഉന്നതിയിലെത്തിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള വ്യക്തമായ ലക്ഷ്യബോധത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് സഹായകരമായ നിലപാടാണ് കേരളത്തിലെ LDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ധാരാളം വാണിജ്യ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. പ്രധാനമായും 3 വാണിജ്യ സ്ഥാപനങ്ങൾ പ്രധാനം നെറ്റ് ഫാക്ടറികളാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കണ്ണൂരുമാണ് 3 നെറ്റ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധനത്തിന് ആവശ്യമായ വലയും അനുബന്ധ ഉപകരണങ്ങളും സ്വകാര്യ കമ്പനികളിൽ നിന്നും സ്വകാര്യ വ്യക്തികളാണ് ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് വരെ നൽകിയിരുന്നത്. കൊള്ളലാഭമാണ് മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ മറ്റൊരു വകുപ്പാണ് ഈ വലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചൂഷണത്തിൽ നിന്നും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനാണ് മത്സ്യഫെഡ് കേരള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി 3 നെറ്റ് ഫാക്ടറികൾ സ്ഥാപിച്ചത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ ഏകദേശം 30% വലയാണ് ഈ 3 ഫാക്ടറികളിൽ നിന്നും നമുക്ക് നൽകുവാൻ കഴിയുന്നത്. അത്രമാത്രം ചൂഷണം കുറയ്ക്കുവാൻ, അവസാനിപ്പിക്കുവാൻ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി മത്സ്യഫെഡിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 30% താഴെ മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വല നൽകാൻ ഇപ്പോൾ കഴിയുന്നത് ഈ 3 നെറ്റ് ഫാക്ടറിയിൽ നിന്നും. ഒരു 3 നെറ്റ് ഫാക്ടറികളൂടെ സ്ഥാപിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള മത്സ്യഫെഡിൻ്റെ തീരുമാനത്തിന് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും മലപ്പുറം ജില്ലയിലുമാണ്. ഈ വരുന്ന നാളുകളിൽ, വരുന്ന വർഷങ്ങളിലും 3 നെറ്റ് ഫാക്ടറികൾ സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 60% കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വലയുടെ ഉപയോഗം മത്സ്യഫെഡിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും അവരെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനും കഴിയുന്ന നിലയിലേക്കാണ് ഞങ്ങൾ 3 നെറ്റ് ഫാക്ടറി കൂടി PDR സ്ഥാപിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് സഹായത്തോടുകൂടി ആലോചിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നെറ്റ് ഫാക്ടറിയിൽ കഴിഞ്ഞ 2 വർഷക്കാലം മുമ്പ് ഓഖി ദുരന്തത്തിൽ മരണമടഞ്ഞ 36 മത്സ്യത്തൊഴിലാളികളുടെ വിധവകളെ അവിടുത്തെ ജീവനക്കാരായി തീരുമാനിച്ച് അവരിപ്പോൾ അവിടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിൽ മത്സ്യഫെഡിൻ്റെ സ്ഥാപനങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്രയാണ് മത്സ്യഫെഡിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഇവിടെ വരുന്നത് വരെ ഞാൻ ചിന്തിച്ചത് ഒരു വല ജസ്റ്റ് ഒന്ന് നെയ്തിട്ട് നമ്മളെ കൈകളിലേക്ക് തരിക എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ട് കൊണ്ടാണ് ഇവിടുന്ന് മെഷീനിലും അതേപോലെ തന്നെ മാനുവലായിട്ടും ഈ ഒരു വല നിർമ്മിച്ച് നമ്മളെ കൈകളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ശ്രദ്ധ ഈ ഒരു നെറ്റ് ഫാക്ടറി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.